ഞാൻ രതീഷ് കുമാർ ഇങ്ങനെ ഒരു പൊട്ടൻ വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു കോമാളി തരികട ചൊറിയൻ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കേണ്ട ഒരു കടമ എനിക്കുണ്ടായിരുന്നു. നമസ്കാരം രതീഷ് ചേട്ടാ. ഈശ്വരിയല്ലേ? പിന്നല്ല, എവിടെയായിരുന്നു? ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എത്ര നാളെ കണ്ടിട്ട്. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കൊച്ചു പൂങ്കുളിരായി പൂമഴയ പൊന്നോമന കിന്നാരം. ഞാൻ നിർത്തുന്നു വിചാരിച്ചു, ഇതാണ് എന്നെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നത്. ഞാൻ നിർത്തില്ല, അതാണ് പ്രശ്നം. അതാണ് ഇനി ആവർത്തിക്കുന്നത്. എനിക്കൊരു ആവശ്യമില്ല, ഞാൻ വെറുതെ കയറി തലയിടും. എന്തുണ്ടെങ്കിലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ വായിച്ച് എന്റെ തലയിലേക്ക് കൊണ്ടിടും. എന്നിട്ട് ഞാൻ അങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കും. റോക്കിങ് കൂടിയിട്ട് അട്ടാറ് തല്ലൂട്ടുണ്ടായിട്ടുണ്ട്. മൂക്കും കൂടിയിട്ട് ടച്ച് ചെയ്തിട്ട് ഞങ്ങൾ തല്ലൂടിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അവൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഭാഗ്യം. അല്ലെങ്കിൽ എന്നെ നിങ്ങൾ ഇത് ഇങ്ങനെ കണ്ട വന്നേനെ. ശരി, സംബന്ധിച്ചു സഹോദരൻ, നിങ്ങൾ സഹോദരനായാലും ഉണ്ടാവുണ്ട, സഹോദരൻ അല്ലെങ്കിലും ഉണ്ടാവുണ്ട. എനിക്ക് ഫുള്ളും ഉണ്ടാവണ്ടയാ. എനിക്കത് പ്രശ്നമല്ല. രാവിലെ എനിക്ക് കുട്ടപ്പനാവുക, നല്ല മേക്കപ്പ് ഇട്ട് കുട്ടപ്പനായിട്ട് തല്ലൂടുക. കണ്ടന്റ് നല്ല സുഖം കൂടി പോയോണ്ടല്ലേ ഇപ്പൊ ഇവിടെ ആ സുഖം കൂടെ പോയോണ്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കറക്റ്റ് ആണ്. എന്റെ ഭാര്യ ഭയങ്കര ഫാനാ ജാൻമണിയുടെ. അതെന്താ ഫാനായെന്ന് അറിയും ജാൻമണിയുടെ സംസാരം. റത്തീഷേട്ടാ ഭക്ഷണം കഴിക്കാതിരിക്കാതെ, റത്തീഷേട്ടാ ആരോഗ്യം പൂർത്തീഷേട്ടാ എന്നിട്ട് എന്റെ കൂട്ടുകാരന്റെ അമ്മ വഴിപാട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കിട്ടിയാല് ഞാൻ പോവും. എന്തായിരിക്കും സ്ട്രാറ്റജി? എന്തായിരിക്കും? എല്ലാം പറഞ്ഞു. അല്ല, അതായത് രമണ, നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രതീഷ് ചേട്ടനാണ്. നമസ്കാരം രതീഷ് ചേട്ടാ. ഈശ്വരിയല്ലേ? പിന്നല്ല, എവിടെയായിരുന്നു? ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എത്ര നാളെ കണ്ടിട്ട്. ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അറിഞ്ഞ വെറുതെ അറിഞ്ഞ ഞാൻ ഔട്ടായി. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇവിടെ വന്നേക്കുന്നേ, രതീഷ് ചേട്ടനെ കാണാൻ വന്നേ. പ്രാർത്ഥിച്ചിരുന്ന? പിന്നെ അതല്ലേ ഇവിടെ വന്നിരുന്നേ. ഔട്ടാവനാണോ പ്രാർത്ഥിച്ചത്? പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചപ്പോഴേ പിന്നെ പ്രാർത്ഥിച്ചിരുന്നത് ഔട്ടാവാനാണോ? അതുകൊണ്ടല്ലേ ഇവിടെ വന്നിരുന്നേന്ന് ഞാൻ പറഞ്ഞു. അതാണ്. ആദ്യം തന്നെ നമ്മുടെ രതീഷേട്ടന്റെ ഉണ്ടപ്പാട്ട് കൊണ്ടാണ് രതീഷേട്ടൻ അല്പം ഒന്ന് ശ്രദ്ധേയനായതല്ലേ. അപ്പൊ ഒരു പാട്ട് പാടി അങ്ങോട്ട് തുടങ്ങിയാൽ. ഉണ്ടപ്പാട്ട് വേണ്ട, വേറെ ഏത് പാട്ടാണെങ്കിലും കുഴപ്പമില്ല. കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കൊച്ചു പൂങ്കുളിരായി പൂമഴയ പൊന്നോമന കിന്നാരം. കൊച്ചു പൂങ്കുളിരായി പൂമഴയ പൊന്നോമന കിന്നാരം. ഈ കൈവളകൾ കൊഞ്ചുമ്പോൾ 1000 പൂക്കാലം. ഈ പുഞ്ചിരിതൻ പാൽക്കടലിൽ ഞാൻ ആലില പൂന്തോണി. ഒന്നു വന്നു കൂട്ടിരുന്നു, ഒന്നു മിണ്ടിയില്ല. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. എന്തെല്ലാം മോഹങ്ങളാണെന്നോ, എന്തെല്ലാം ആശകളാണെന്നോ, എന്തെല്ലാം മോഹങ്ങളാണെന്നോ, എന്തെല്ലാം ആശകളാണെന്നോ. നാടകം കെട്ടേണം, 4 ആളെ കൂട്ടേണം, പല്ലക്കിൽ പോകേണം, പന്തലിൽ കൂടേണം, താലിക്ക് തങ്കമൊരുക്കേണം. എൻ്റെ വീട്ടിൻ കൊച്ചു പെണ്ണായി ഇവളെന്നും വാഴേണം. ഞാൻ പാട്ട് പാടുമ്പോഴേ ഞാൻ സംസാരിക്കണം. ഞാൻ നിർത്തുന്നു വിചാരിച്ചു, ഇതാണ് എന്നെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നത്. ഞാൻ നിർത്തില്ല, അതാണ് പ്രശ്നം. അതാണ് ഇനി ആവർത്തിക്കരുത്, കാരണം ഞാൻ നിർത്തില്ല പാട്ട്. അല്ല, അതൊക്കെ സന്തോഷല്ലേ. ഓക്കെ രതീഷ് ചേട്ടാ, അപ്പൊ ആദ്യം തന്നെ ഇപ്പം രതീഷ് ചേട്ടൻ ഈ ഒരു ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു. അപ്പം നമുക്ക് അറിയാവുന്ന, നമ്മൾ കണ്ട രതീഷ് ചേട്ടൻ അല്ലാണ്ട് രതീഷ് എന്താണ് ജോലി, അല്ലെങ്കിൽ രതീഷ് ചേട്ടന്റെ പ്രൊഫഷൻ എന്താണ്? ഞാൻ കുറച്ചു കാലം മുമ്പേ മീഡിയാസിലൊക്കെ ഞാൻ ഏഷ്യാനെറ്റിൽ വാൽക്കണ്ണാടി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കോമഡി കസിൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഞാൻ കോമഡി, അത് എക്സ്ക്ലൂസീവാണ്. ഞാൻ ഏറ്റവും ആദ്യം വാൽക്കണ്ണാടിയിലാണ് വന്നതെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഞാൻ വാൽക്കണ്ണാടിയിലല്ല. ഏറ്റവും ആദ്യം ഞാൻ വന്നിരിക്കുന്നത് കോമഡി കസിൻസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ. അതിൽ ചെറിയൊരു ഗ്യാപ്പിൽ ചെറിയൊരു റോളായിട്ടാണ് ഞാൻ വന്നത് കോമഡി കസിൻസിൽ. ഓക്കെ, മനസ്സിലായില്ലേ? കോമഡി കസിൻസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വാൽക്കണ്ണാടിയിലേക്ക് വന്നത്. വാൽക്കണ്ണാടിയാണ് മെയിൻ സ്ട്രീമിൽ നല്ലൊരു പ്രോഗ്രാം ആങ്കർ ചെയ്യാൻ കിട്ടിയത്. എനിക്ക് വാൽക്കണ്ണാടിയാണ് ശ്രദ്ധിക്കപ്പെട്ടത്, വാൽക്കണ്ണാടിയിലാണ്. അന്നും എനിക്ക് വാതിൽ തുറന്നത് ഏഷ്യാനെറ്റാണ്. എൻ്റെ ഏഷ്യാനെറ്റാണ് എനിക്കിങ്ങനെ ആങ്കർ ചെയ്യാനൊരു അവസരം ഉണ്ടാക്കിയത് എൻ്റെ ഏഷ്യാനെറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രോഗ്രാമൊക്കെ വിട്ട് കുറേ വർഷങ്ങൾ ഞാൻ എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. ഞാനൊരു ചെറിയൊരു മെഡിക്കലിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ പോയി. വീണ്ടും എനിക്കൊരു റീ എൻട്രി ആയിട്ട്, എനിക്ക് എപ്പോഴും ഒരു കലാകാരൻ്റെ മനസ്സിൽ എപ്പോഴും വീണ്ടും ഒരു ആയിട്ട് വരണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. ആ ഒരു റീ എൻട്രിയും വീണ്ടും എനിക്ക് തന്നെ എൻ്റെ ഏഷ്യാനെറ്റാണ്.
അതെങ്ങനെയാണ് ആ ബിഗ് ബോസിലേക്കുള്ള കടന്നു ഞാൻ വരവ്? അങ്ങോട്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയതാണ്. ഞാൻ അങ്ങോട്ട് പ്രൊഫൈൽ അയച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ച് അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന് എൻ്റെ ആവശ്യമായിരുന്നു എനിക്ക് ബിഗ് ബോസിൽ. പക്ഷേ ഞാൻ പറയട്ടെ, കഴിഞ്ഞ 5 സീസണും കണ്ട ആളാണ് ഞാൻ ബിഗ് ബോസ്. പക്ഷെ കഴിഞ്ഞ 5 സീസൺ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സീസണിൽ എനിക്ക് പോകണം എന്നൊരു ചിന്ത. ഞാൻ അതിനുവേണ്ടി പണിയെടുത്തു. എനിക്ക് അവർ വലിയൊരു വാതിൽ തുറന്നു തന്നു. ഒരാഴ്ച കുറേ ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നു. ഒരു തരംഗം സൃഷ്ടിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ഐശ്വര്യക്ക് തോന്നുന്നുണ്ടോ? പിന്നെ തീർച്ചയായും എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൊണ്ടൊരു വളരെയധികം കണ്ടന്റ് ഉണ്ടാക്കിയ ഒരു മത്സരാർത്ഥി എന്ന് പറയാൻ രതീഷേട്ടൻ മാത്രമേ ഉണ്ടാവൂ എന്നാണ് ഈ ഒരു ഇത്രയും സീസൺ എടുത്ത് വെച്ചാൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റി. അതിന് എനിക്ക് വലിയൊരു വാതിൽ എന്നെ വിശ്വസിച്ച് തുറന്നു തന്നത് ബിഗ് ബോസാണ്. അപ്പോൾ ബിഗ് ബോസിനോട് എനിക്ക് തീർത്താത്ത നന്ദിയും കടപ്പാടുള്ളൂ. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയത് ബിഗ് ബോസിൻ്റെ ചിലവിലാണ്. എൻ്റെ മോശയിലാണ് എന്നെ ഫ്ലൈറ്റിലേക്ക് കയറ്റിയിട്ടുള്ളൂ. അത് എൻ്റെ ചേട്ടന്മാരൊക്കെ ഫ്ലൈറ്റിൽ കുറേ കയറിയിട്ടുണ്ട്. ഞാൻ കയറിയിട്ടില്ല. എയർപോർട്ടിൽ വന്നിട്ട് മറ്റേ വഴി ചോദിച്ചൊക്കെ പോലേ, അതേപോലെയാണ് എൻ്റെ അവസ്ഥ. എന്താ ചെയ്യണേന്ന് അറിയണ്ടേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ബിഗ് ബോസ് ചെയ്തു തന്നു. 4 ആൾക്കാരെ അറിയാവുന്ന രീതിയിൽ ചെയ്ത്. അപ്പോൾ ബിഗ് ബോസ് എൻ്റെ എല്ലാമാണ്. അപ്പോൾ ബിഗ് ബോസിലേക്ക് ചേട്ടൻ വരാൻ നേരത്ത് ഫാമിലിയുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഫാമിലിയുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഫസ്റ്റ് പറഞ്ഞത്, മോനെ കണ്ണ നീ തല്ലുകൂടരുത്. എൻ്റെ അടുത്ത് ഞാൻ ഈ നാട്ടിലുള്ള കാര്യങ്ങൾക്കൊക്കെ വെറുതെ കയറി ഇടപെടൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ഇപ്പോൾ ഞാനിപ്പോൾ എവിടേക്കെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ണ നീ നോക്കിയ ഒന്നിലും കയറി ഇടപെടാൻ നിൽക്കണ്ട കേട്ടോ. അന്യായം കണ്ടാൽ ഞാൻ എതിർക്കും. അന്യായം കണ്ടാൽ എതിർക്കണതല്ല, എന്തെങ്കിലും അന്യായത്തിൽ ഞാൻ കയറി ഇടപെടേണ്ട കാര്യമില്ലല്ലോ. അന്യായം ചെയ്ത ആൾക്കാരെ അത് ഇടപെട്ട് സോൾവ് ചെയ്തോളും. എനിക്കൊരു ആവശ്യമില്ല, ഞാൻ വെറുതെ കയറി തലയിടും. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അത് പേടിയാണ്. ആ ചെറുപ്പം മുതൽ എൻ്റെ ഒരു അവസ്ഥ അതാണ്. എന്തുണ്ടെങ്കിലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ആവാഹിച്ച് എൻ്റെ തലയിലേക്ക് കൊണ്ടിടും. എന്നിട്ട് ഞാൻ അങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കും. എൻ്റെ അമ്മ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്, മോനെ നീ പോയിട്ട് തല്ലുവിടരുത് കേട്ടോ. ആദ്യം അതാ ഞാൻ ചെയ്തത്. എനിക്ക് വാക്ക് വായിക്കാൻ പറ്റിയില്ല. ആദ്യം അതാ ചെയ്തത്. പിന്നെ എൻ്റെ വീട്ടുകാരൊക്കെ മുൾമുനയിലായിരുന്നു. ഞാൻ ആദ്യത്തെ 3 ദിവസം ഈ നമ്മൾ കയറിയിട്ട് ഒന്ന് ക്ലച്ച് പിടിക്കാൻ വേണ്ടിയിട്ടേ ആൾക്കാരുടെ ഇടയിലേക്ക് നെഗറ്റീവായാലും പോസിറ്റീവായാലും എങ്ങനെയെങ്കിലും ആൾക്കാരുടെ ഇടയിലേക്ക് കയറണം, അത് മാത്രമേ എൻ്റെ ചിന്തയുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ആദ്യം പ്രേക്ഷകന് വേണ്ടിയിട്ട് കളിച്ചതല്ല, ആദ്യം എനിക്ക് വേണ്ടി കളിച്ചതാണ്. കാരണം ഞാൻ പ്രേക്ഷകരിലേക്ക് എത്താൻ വേണ്ടി കളിച്ചതാണ്. പ്രേക്ഷകന് വേണ്ടി കളിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ആ കളി എനിക്ക് നല്ല ബോധ്യമുണ്ട്, കറക്റ്റായിട്ട് കളിക്കാൻ പറ്റും. പക്ഷേ പ്രേക്ഷകന് വേണ്ടിയിട്ട് നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറിയിട്ടുണ്ടാകണം മുമ്പേ. എന്നിട്ട് നമ്മൾ ഈ ഷോയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പം ഞാൻ മുമ്പ് ഒരു നല്ല സീരിയൽസോ അല്ലെങ്കിൽ നമ്മൾ നല്ല എന്തെങ്കിലും കണ്ടന്റ് മേക്കറോ ഒക്കെ ആയിട്ട്, അല്ല വേറെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ അതിന് പറയുക, ഇൻഫ്ലുവൻസറോ സോഷ്യൽ എന്തോ പറയില്ലേ, ഇൻഫ്ലുവൻസറൊക്കെ ആണെങ്കിൽ എനിക്ക് നല്ലൊരു പേര് കിട്ടിയേനെ. അപ്പം എനിക്ക് പ്രേക്ഷകരുടെ ഇടയിലൊക്കെ എന്നെ അറിയാം. സ്ലോ ആയിട്ട് കളിച്ചാൽ മതി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രേക്ഷകർക്ക് എന്നെ അറിയില്ല. എന്നെ തന്നെ പരിചയപ്പെടുത്തണം. ഞാൻ രതീഷ് കുമാർ, ഇങ്ങനെ ഒരു പൊട്ടൻ വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു കോമാളി തരികട ചൊറിയൻ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കേണ്ട ഒരു കടമ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം എനിക്ക് വേണ്ടി ഞാൻ കളിച്ചു, എന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി. നെഗറ്റീവ് ഒരു പോസിറ്റീവ് അത് ഞാൻ ചിന്തിച്ചില്ല. 4ാമത്തെ ദിവസം തൊട്ടിട്ട് ഞാൻ പ്രേക്ഷകന് വേണ്ടിയിട്ട് കളിച്ചു. ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള കളിയായിരുന്നു എൻ്റെ. അത് ഞാൻ ചിന്തിച്ച പോലെ തന്നെ കാര്യങ്ങൾ വന്നു. 4-5 ദിവസങ്ങൾ ഹ്യൂമർ ട്രാക്ക് പിടിച്ച് ജയിൽ ടാസ്കോട് കൂടിയിട്ട് പക്ക ഒരു ഹ്യൂമർ കണ്ടൻ്റായിട്ട് മാറുകയായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ പ്രൊഡിക്ഷൻ തെറ്റിപ്പോയത് ഒരു സീസണിലും വരാത്തൊരു കാര്യം ഈ സീസണിൽ വന്നപ്പോഴാണ്. ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും ആദ്യത്തെ വീക്ക് എലിമിനേഷൻ വന്നിട്ടില്ല. അത് വന്നത് എൻ്റെ പ്രൊഡിക്ഷൻസ് മുഴുവൻ തെറ്റിപ്പോയി. അതാണ് ബിഗ് ബോസ്. മാറ്റിപ്പിടിക്കലാണ് ബിഗ് ബോസ്. അൺപ്രഡിക്റ്റബിൾ ആണ്. അതൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ, നമുക്ക് കുറച്ചും കൂടി ഒരു അവസരം നമുക്ക് കിട്ടും. 2 ആഴ്ച ഉണ്ടല്ലോ. അപ്പം ഞാൻ അതാണ് ആദ്യം തന്നെ നെഗറ്റീവ് ഇതാക്കിയത്. പക്ഷെ എൻ്റെ ബുദ്ധിപരമായ നീക്കങ്ങൾ കറക്റ്റായി. കാരണം ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ടെലികാസ്റ്റിൽ വന്നിട്ടുണ്ട്. ആ ഒരാഴ്ച എന്നിലൂടെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നത്. പക്ഷെ ആദ്യത്തെ ആഴ്ച എലിമിനേഷൻ വന്നതാണ് എനിക്ക് പറ്റിയ ഒരു പ്രശ്നം. അതായത് എനിക്ക് പറ്റിയൊരു അമ്മിളി എന്നൊക്കെ പറയില്ലേ, ഞാനത് വിചാരിച്ചില്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ 3 ദിവസം ഒരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത കാരണം എനിക്ക് വോട്ട് കയറുണ്ടായിരുന്നില്ല. പിന്നെ 2 ദിവസം കൊണ്ട് വോട്ട് അധികം അവസാനത്തെ 2 ദിവസമാണ് എനിക്ക് കുറച്ച് വോട്ടുകൾ കയറിയത്. അപ്പോൾ ഈ വോട്ട് ബാങ്ക് ക്ലോസ് ചെയ്തു. പ്രേക്ഷകർക്ക് എന്നോട് ഭയങ്കര സ്നേഹമുണ്ട്. ആ സ്നേഹം ഇപ്പോൾ ഓരോ പ്രേക്ഷകനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വോക്കലി. എത്ര പേരാണെന്നറിയോ? ഒരുപാട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മെസ്സേജസ് വരാറുണ്ട്. ഞാൻ ഫോൺ എനിക്ക് നിലത്ത് വെക്കാൻ പറ്റാറില്ല, അങ്ങനെ കോളുകൾ നമുക്ക് വരാറുണ്ട്. എനിക്കത് ഇഷ്ടമാണ് കേട്ടോ. എനിക്കതൊരു ഒരു ബേർഡനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കത് ഇഷ്ടമാണ്. കാരണം അവരെ എന്നോടുള്ള സ്നേഹം കാരണമല്ലേ വിളിക്കുന്നത്. അപ്പോൾ മോനെ എന്താ ഇത്രയും പെട്ടെന്ന് ഔട്ടായത്, ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്.
കേരളത്തിൽ ഒരുപാട് പരിചയമില്ലാത്ത ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് ഏതൊരു ഏജ് ഗ്രൂപ്പാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതെനിക്കറിയില്ല, ഞാൻ എത്ര ഏജ് അമ്മമാര് അങ്ങനെയല്ല, അമ്മമാരൊക്കെയാണോ കൊടുക്കുന്നത്? ഒരാൾ വിളിക്കുമ്പോ ചേച്ചി എത്രയാണ് ഏജ് ചോദിക്കുന്നത്? അങ്ങനെയല്ല, കൂടുതലും അമ്മമാരാണോ? എനിക്ക് സൗണ്ട് ഒക്കെ കേട്ടിട്ടേ മോനെ എന്നൊക്കെ വിളിക്കുമ്പോ അമ്മമാര് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മോനെ എന്ന് വിളിക്കുമ്പോൾ അപ്പൊ നമുക്കറിയാലോ സൗണ്ട് കേൾക്കാം. അപ്പൊ ഞാൻ അമ്മയെന്ന് വിളിക്കുമ്പോൾ അവര് റിയാക്ട് ചെയ്യാറില്ല, അയ്യോ ഞാൻ അമ്മയെന്നല്ല എന്ന് പറയാറില്ല. അപ്പൊ ഞാൻ സൗണ്ട് കേൾക്കുമ്പോൾ ഐശ്വര്യ വിളിക്കുമ്പോൾ ഐശ്വര്യയുടെ സൗണ്ട് സൗണ്ട് വെച്ചിട്ട് നമുക്ക് പറയാം മോളെ, പിന്നെ സംബോധന ചെയ്യുന്ന അതെ കാര്യങ്ങൾ പറയാം. അപ്പൊ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സ്പീക്കിംഗ് രീതി ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അപ്പൊ അമ്മമാര് മോനെ ഇത്രയും പെട്ടെന്ന് ഔട്ട് ഞങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് വരെ ഞങ്ങളിപ്പോൾ കാണാറില്ല എന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ പറയാം, അയ്യോ ആ പറ്റില്ല, കാണണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ ബിഗ് ബോസ് കണ്ട കാരണമാണല്ലോ എന്നെ കണ്ടത്. ഞാൻ പോകുന്ന കാണണം. ഈ കൂട്ടത്തില് നല്ലതല്ലാതെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിലും മോശം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാ പറഞ്ഞിട്ട് ഇത് മോശമല്ല, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ മൂന്ന് ദിവസം കുറെ നെഗറ്റീവ്സ് ആണ് എന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 3 ദിവസം കുറെ നെഗറ്റീവ്സ് ആണ് പോയത്. അത് അല്ലാതെ ചീത്ത പറയാൻ അങ്ങനെയൊന്നുമല്ല. എടാ നീ ആദ്യത്തെ 3 ദിവസം എന്തൊക്കെ കാട്ടിക്കൂട്ടുണ്ടായിരുന്നു, അയ്യോ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങോട്ട് രതീഷ അല്ലടാ, ഞങ്ങളാകെ തെറ്റിദ്ധരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ 2 ദിവസം ഗംഭീരായി എന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചീത്തയായിട്ടൊന്നും ഇന്ന് വരെ ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ചേട്ടാ ഇനി ഫാമിലിയിലേക്ക് വരുമ്പോൾ വൈഫിനെ പറ്റിയിട്ടും കുട്ടികളെ പറ്റിയിട്ടും. വൈഫിന്റെ പേര് ആതിര, വീട്ടിൽ അമ്മൂന്ന് വിളിക്കും. അവള് BEd കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്, ജോലി ആയിട്ടില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു എഴുതിയാ പിന്നെ നോക്കുന്നുണ്ട്. അവൾക്ക് ജോലിക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ പിന്നെ പതുക്കാവട്ടെ പിടിച്ചു വെക്കുന്നുണ്ടോ വൈഫിനെ? ഞാൻ പിടിച്ചു വെക്കുന്നില്ല. എനിക്കെന്താ അറിയോ, ഒരു എയ്ഡഡ് സ്കൂളിൽ കയറ്റണമെന്നുണ്ട്. അപ്പൊ ഒരു എയ്ഡഡ് സ്കൂളിൽ കയറ്റിയ ഒരു വേറെ ഒരു പ്രൈവറ്റ് ആയിട്ട് പോകണ്ട. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാലറിയും കുറേ കാര്യങ്ങൾക്ക് കുറേ ജോലി എടുക്കേണ്ടി വരും. അതായത് 10,000 രൂപ സാലറി ഉണ്ടെങ്കിൽ 1.5 ലക്ഷത്തിന്റെ ജോലി എടുക്കേണ്ടി വരും. അത് വേണ്ട, നമുക്കൊരു എയ്ഡഡ് സ്കൂളിൽ കയറാം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോ ഇപ്പോഴത്തെ ഫെയിമൊക്കെ വെച്ചിട്ട് ഒന്നൊന്ന് ട്രൈ ചെയ്താൽ കിട്ടൂലേ? അപ്പൊ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ് ഞാൻ. അതെ, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോലിക്ക് പോകണം എന്നുള്ള ആഗ്രഹമാണ്. മൂത്ത മോള്, രണ്ടാമത്തെ മക്കളുടെ കാര്യങ്ങളൊക്കെ അവള് ഞാൻ പഠിപ്പിക്കാതിരിക്കുക അങ്ങനെ ചെയ്യാറൊന്നുമില്ല. അപ്പോ രണ്ടാമത്തെ മോൾ അപ്പോഴേക്കായി ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ LKG, രണ്ടാമത്തെ മോള് LKG, മൂത്ത മോള് UKG-ലാണ്. മൂത്ത മോള് പേര് അക്ഷര, വീട്ടിൽ അച്ചു എന്ന് വിളിക്കും, സ്നേഹം കൂടുമ്പോൾ ഞാൻ അച്ചപ്പ എന്ന് വിളിക്കും. രണ്ടാമത്തെ മോള് അദ്വൈത, വീട്ടിൽ പാറു എന്ന് വിളിക്കും, സ്നേഹം കൂടുമ്പോൾ ഞാൻ പാറപ്പ എന്ന് വിളിക്കും. അപ്പോൾ രണ്ടാമത്തെ മോള് LKG, മൂത്ത മോള് 3-ാം ക്ലാസ്സിലാണ്. പിന്നെ UKG ആയി കഴിഞ്ഞാൽ പിന്നെ ഉച്ചവരെ അല്ല, കുറച്ച് 12 മണി വരെ എന്നുള്ളൊരു 1:30 വരെയൊക്കെ ഉണ്ടാവും. പിന്നെ അമ്മയൊക്കെ നോക്കിക്കോളും എന്നുള്ളൊരു ഇതില് അമ്മേ അപ്പൊ ജോലി ട്രൈ ചെയ്യുന്നുണ്ട്. അതന്നെ, ജോലി നോക്കുന്നുണ്ട്. അവൾക്ക് ഇഷ്ടമാണ്, ഞാൻ തടയാറൊന്നുമില്ല അവർക്ക്. പക്ഷെ ഒരു എയ്ഡഡ് സ്കൂളിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്. കേട്ടോ, അപ്പം നമ്മുടെ ഇനി വീണ്ടും പഴയതുപോലെ ബിഗ് ബോസിലേക്ക് വരാം. അച്ഛൻ അമ്മ ചോദിച്ചില്ലേ, ഭാര്യ മക്കളാ. അച്ഛൻ ഫാമിലിയെ പറ്റി അതന്നെ. പിന്നെ അച്ഛൻ TN വിശ്വനാഥൻ, അച്ഛൻ അക്കൗണ്ടന്റ് ആണ്. അമ്മ ഹൗസ് വൈഫാണ് ഗിരിജാകുമാരി. പിന്നെ മൂത്ത ചേട്ടൻ ഗിരീഷ് കുമാർ, അദ്ദേഹം ഇവിടെ ആയിരുന്നു, ബോട്സ്വാന സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. കൊറോണ കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നു, ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. രണ്ടാമത്തെ ചേട്ടൻ സുരേഷ് കുമാർ, ബാംഗ്ലൂരാണ്, എക്സ്പോർട്ടിങ് ഇതിലൊക്കെ വർക്ക് ചെയ്യാണ്, മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ മൂത്ത ചേട്ടൻ്റെ വൈഫിൻ്റെ പേര് ജോത്സ്ന എഴുത്തി. മക്കൾ 2 പേര്, മൂത്ത ആള് ഉണ്ണിക്കുട്ടൻ, രണ്ടാമത്തെ ആള് ഉണ്ണിമോള്. ശരിക്കുള്ള പേര് ആശിഷ്, പിന്നെ ഉണ്ണിമായ ജീവൻ. അതെ, ഉണ്ണിമായ. ഓക്കെ. രണ്ടാമത്തെ സുരേഷ് കുമാർ, എഴുത്തിൻ്റെ പേര് ദിവ്യ. മൂത്തവള് അഞ്ജന, മുത്ത് എന്ന് വിളിക്കും. രണ്ടാമത്തവള് ആദിനാരായണൻ, ആദി എന്ന് വിളിക്കും. കംപ്ലൈന്റ് ഒന്നും പറയരുത്, എല്ലാവരും പേര് പറഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് വല്യമ്മമാരുണ്ട്, എൻ്റെ വല്യമ്മമാരുടെ മക്കളുണ്ട്. ഞങ്ങൾ വൈഡ് ഫാമിലിയാണ്. നിങ്ങൾ വിഷുവിനൊക്കെ വരുമ്പോൾ ഞാൻ വേണമെങ്കിൽ എല്ലാ ഫാമിലിനെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഞങ്ങൾ ഭയങ്കര കൂട്ടുകുടുംബമാണ്. ഇതേപോലെ എല്ലാവർക്കും ചിരി സംസാരം. അപ്പം വീണ്ടും പറഞ്ഞ പോലെ ബിഗ് ബോസിലേക്ക് വരുമ്പോൾ എവിക്ട് ആയതിനു ശേഷം എല്ലാ ദിവസവും എപ്പിസോഡ് കാണുന്നുണ്ടോ? ഞാൻ കാണാറുണ്ട്. എന്താണ് അവിടുത്തെ ഒരു മത്സരാർത്ഥികളുടെ മത്സരം, ആ ഒരു ഇത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? അവർക്ക് കളിക്കാൻ ഒരുപാട് സ്പേസ് ഉണ്ട്, അവരുടെ ബുദ്ധി വെച്ച് കളിക്കട്ടെ. അതായത് ഒരുപാട് സ്പേസ് ഉണ്ട്. ഈ ഒരു റീസെന്റ് ആയിട്ട് നടന്നൊരു സംഭവം തന്നെ, ഇപ്പൊ തന്നെ സിജോ റോക്കി ആ ഒരു വിഷയം അല്ല, അതിപ്പോ പെട്ടുപോണതല്ലേ. കാരണം എന്താ വെച്ചാൽ അവിടെ ഇതൊരു പ്രൊവോക്കിംഗ് ഗെയിമും കൂടിയാണ്. അതായത് ഗെയിം പല രീതിയിലും കളിക്കാം. പ്രൊവോക്കിംഗ് ഗെയിം ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ ട്രിഗർ ചെയ്യുന്ന, ചിലപ്പോൾ മാനസികമായിട്ട് ട്രിഗർ ചെയ്യുന്ന വേറെ ഗെയിമാണെല്ലാം. ആ ഗെയിമിൽ നമ്മൾ വീണ് പോരുതെന്നാണ്. അതാണ് പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും. ഇപ്പൊ ഞാനും റോക്കിയും കൂടിയിട്ട് അടാറ് തല്ലൂട്ടുണ്ടായിട്ടുണ്ട്. മൂക്കും കൂടിയിട്ട് ടച്ച് ചെയ്തിട്ട് ഞങ്ങൾ തല്ലൂടിയിട്ടുണ്ട്. നീ ആരടാ എന്ന് പറഞ്ഞിട്ട് തല്ലൂടിയിട്ടുണ്ട്.
പക്ഷെ അന്നൊന്നും അവൻ അങ്ങനെ ചെയ്തിട്ടില്ല ഭാഗ്യം. അല്ലെങ്കിൽ എന്നെ നിങ്ങളിത് ഇങ്ങനെ കണ്ടവന്നേനെയും അതുകൊണ്ട് ഷേപ്പ് മാറാതെ മാറിയില്ല, എത്താൻ പറ്റി, ആൾക്കാരുടെ ഇഷ്ടമൊക്കെ പറ്റിയിട്ട് സന്തോഷം. ഷേപ്പിലൊന്നും മാറ്റം വരാതെ മത്സരാർത്ഥികളെ മുഴുവൻ വെറുപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പ്രേക്ഷകനെ അവസാന നാളുകളിൽ രസിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു. അപ്പോൾ ഇന്ന് ഓരോ ആൾക്കാരും, എന്നെ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ എത്ര പേരാണ് എനിക്ക് വേണ്ടിയിട്ട് തിരിച്ചു വരണം. അത് എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ വഴിപാട് ചെയ്തിരിക്കുകയാണ്. അതെ 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 അതെ. അപ്പോ പൊതുവെ ഒരു സംസാരം ഉണ്ട്, കിട്ടും തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതെ, അപ്പൊ എല്ലാവരും, എന്നെ പരിചയമുള്ള എല്ലാവരും, എൻ്റെ ബന്ധുക്കളായാലും എൻ്റെ നാട്ടുകാരായാലും എൻ്റെ വീട്ടുകാരായാലും എല്ലാവരും ഒന്നടങ്കം, എൻ്റെ പ്രേക്ഷകരായാലും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ഒന്നടങ്കം പറയുന്നത് തിരിച്ച് കിട്ടും, തിരിച്ചു കിട്ടും. അങ്ങനെ കിട്ടിയാൽ ഞാൻ പോവും. എന്തായിരിക്കും സ്ട്രാറ്റജി? എന്തായിരിക്കും? എല്ലാം പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. അതായത് രമണ, അയ്യടാ എന്താ അതൊന്നും ഞാൻ പറഞ്ഞു തരില്ല മോളെ. എന്തായാലും അതായത് ഈ ഒരു വെറുപ്പിക്കൽ ആ ഒരു ഇതൊന്ന് മാറ്റി വെക്കുമോ? ഇനി എനിക്ക് വെറുപ്പിക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാ പ്രേക്ഷകനും എന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു ശക്തനായ ഒരു എതിരാളിയായിട്ട് ഫീൽ ചെയ്തത് ആരെയാണ്? എനിക്ക് അങ്ങനെ ശക്തരായിട്ടുള്ള എതിരാളികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും എൻ്റെ എതിരാളികളാണ്, എല്ലാവരും ശക്തന്മാരാണ്. എനിക്കങ്ങനെ ഒരാളെ അങ്ങനെ അവിടെ എല്ലാവരും നല്ല ഗെയിമേഴ്സ് ആടും, എല്ലാവരും നല്ല ഗെയിമേഴ്സ്. ഞാൻ എന്താ അറിയോ, ഞാൻ കുറച്ച് ഫാസ്റ്റ് ഗെയിമറായി പോയി. ഞാൻ ഒരു 100 ദിവസത്തെ കണ്ടന്റ് 7 ദിവസം കൊണ്ട് കൊടുത്തു. 100 ദിവസം കണ്ടന്റ് ഞാൻ ഒരു 100 ദിവസത്തെ കണ്ടന്റ് ഞാൻ 7 ദിവസം കൊണ്ട് കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഇഷ്ടപ്രകാരം വേറെ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ 100 ദിവസത്തെ കണ്ടന്റ് 7 ദിവസം കൊണ്ട് കൊടുക്കില്ല. കാരണം എന്താ പറയുക, നമുക്ക് ഈ 100 ദിവസം പിടിച്ചേക്കണ്ടേ, അതിന് വേണ്ടിട്ട്. ഞാൻ പറയണത് 7 ദിവസത്തെ കഴിഞ്ഞിട്ടില്ല, എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഇരിക്കുന്നേ ഉള്ളൂ. എനിക്ക് അവിടെ എളുപ്പമായിട്ട് സുഖമായിട്ട് എനിക്ക് ഓരോ ദിവസം നന്നായിട്ട് പോകും. ഞാൻ എൻജോയ് ചെയ്യായിരുന്നു അവിടെ. ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എൻജോയ് ചെയ്യായിരുന്നു. ഞാൻ അങ്ങനെ മെല്ലെ നടക്കുമ്പോൾ പെട്ടെന്നൊരു ഗെയിം മനസ്സിൽ തോന്നും. ചിലപ്പോൾ ശ്രീതു അവിടെ ഉണ്ടാവും, ഇന്ന് ചൊറിയാം എന്ന് പറഞ്ഞിട്ട് ശ്രീതു എന്ന് പറഞ്ഞിട്ട് മെല്ലെ എല്ലാരെയും പോയി ചൊറിച്ചിട്ടുണ്ടല്ലേ? എല്ലാരെയും പോയി ചൊറിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചൊറിഞ്ഞതിന് അതിൽ ഏറ്റവും വീക്കാണോ തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ലില്ല, എല്ലാവരും എന്നെ ചൊറിഞ്ഞതിന് എല്ലാ പണിയും ഞാൻ മേടിച്ചു കിട്ടിയിട്ടുണ്ട്. പിന്നോട്ടല്ല ഒന്നുമല്ല, എല്ലാവരും ചീത്ത ഒരെണ്ണം പുറത്തേക്ക് പോയിട്ടില്ല, എല്ലാം എൻ്റെ തലയിലേക്ക് ഞാനിട്ടുണ്ട്. ആ ഒരാഴ്ച കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഒരു പണി ഞാൻ പുറത്തേക്ക് വിട്ടിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഈ തലയിലേക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. ആ തലയിലേക്ക് ഏറ്റെടുത്തതിൻ്റെ ബലമാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിൽ സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത്. കാരണം ഔട്ടായി പോയി, എന്താ ചെയ്യുക, അതൊരു യോഗം. അതൊന്നും നമ്മൾ ഫേസ് ചെയ്യണമല്ലോ. തോൽവി വിജയത്തിലേക്കുള്ള ഒരു മുന്നോടിയാണ്. ഈ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ, ഇപ്പം ചേട്ടന് എവിക്റ്റ് ആയതിനു ശേഷം കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായതും എല്ലാവരും സംസാരിച്ച ഒരു കാര്യമാണ് ഗബ്രി ജാസ്മിൻ. ആ ഒരു സംഭവം അവർ ലവ് ട്രാക്ക് ആണോ അതോ ഇനി ഫ്രണ്ട്ഷിപ്പാണോ? പക്ഷെ അത് അവർ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അൻസിബ തന്നെയാണെങ്കിലും ഒരു തവണ പറയുന്നുണ്ടായിരുന്നു, ഇവർ ശരിയായിരിക്കാം, ഇവർ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, പക്ഷെ അവർ മാക്സിമം ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ പെരുമാറുന്നു എന്നുള്ളത്. ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിൽ പെരുമാറും, അതിലൊന്നും എനിക്ക് ഒന്നും പറയാനില്ല. അതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യമാണ്. ഐശ്വര്യ അവിടെ ഇരിക്കുമ്പോൾ ഐശ്വര്യക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാനല്ലല്ലോ ഞാൻ അവിടെ ഇരിക്കുന്നത്, അല്ലേ? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കളിക്കും. ഐശ്വര്യക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഐശ്വര്യ അവിടെ ബിഗ് ബോസ് ഹൗസ് ഒരു റൂം മാത്രമൊന്നുമല്ല, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, കാണാതെ പോയിട്ട് ഇരുന്നോടെ എവിടെയെങ്കിലും പോയിട്ട്. ഞാനിപ്പോൾ പ്രേമിക്കുകയാണെന്ന് വിചാരിക്കും ഒരാളായിട്ട്, ഐശ്വര്യക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഐശ്വര്യ അപ്പുറത്ത് പോയിട്ട് ഇരിക്കണം, മനസ്സിലായില്ലേ? അപ്പൊ അതിലൊന്നും വലിയ കാര്യം അല്ല. ഞാൻ പറഞ്ഞെന്തറിയോ, അതിലൊന്നും വലിയ കാര്യം, ഇതൊക്കെ ഗെയിമാടോ. എല്ലാവരും ഗെയിമാണ്, നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞോ, ഞാൻ പറയട്ടെ, ഇപ്പോൾ ഏതൊരു വ്യക്തി ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, അത് അവർക്കത് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയില്ല കേട്ടോ, ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം അവർക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം, അതവർ പുറത്തേക്ക് പറഞ്ഞു. അവരെ ഞാൻ കുറ്റം പറയുന്ന ആളല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അല്ലേ? ഞാനാണെങ്കിൽ ഞാൻ ആ ബുദ്ധിമുട്ട് കണ്ടിരിക്കില്ല. ഞാൻ വേറെ ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് വേറെ ഒരുപാട് പണിയുണ്ട്. എനിക്ക് ഈ റൊമാൻസ് കണ്ടിരിക്കില്ല പണി. എത്ര പേരെ ചൊറിയാനുണ്ട്, എത്ര പേരെ കണ്ടന്റ് ഉണ്ടാക്കാനുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ ഗബ്രിയുടെ അടുത്തും ജാസ്മിൻ്റെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എനിക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഞാൻ അവരോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ കേട്ടുവെന്ന് എനിക്കറിയില്ല, ടെലികാസ്റ്റ് വന്നോന്ന് അറിയില്ല. അകലെ നിൽക്കുമ്പോൾ ഒരു പ്രേക്ഷകൻ നിലയ്ക്ക് ഞാൻ കാണുമ്പോൾ നിങ്ങളുടെ വോയിസ് കേൾക്കാതെ ഒരു മ്യൂസിക് ഇട്ട് പോകുമ്പോൾ നിങ്ങൾ തമ്മിൽ എന്തോ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ അടുത്ത് വന്നിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒന്നുമില്ല. അവർ വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ ഇടയ്ക്ക് ജാസ്മിൻ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്,
അങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അത് ഇതാണെന്നാണോ അർത്ഥം, പ്രേമാണെന്നാണോ അർത്ഥം, എൻ്റെ സഹോദരനാണോ, അതാണ് ഓക്കേ ശരി സംബന്ധിച്ചു സഹോദരൻ. നിങ്ങൾ സഹോദരനായാലും ഉണ്ടാവണ്ട, സഹോദരൻ അല്ലെങ്കിലും ഉണ്ടാവണ്ട, എനിക്ക് ഫുള്ളും ഉണ്ടാവണ്ടയാ. എനിക്കതൊരു പ്രശ്നമല്ല. ഞാൻ ആകെ വേറെ ഒരു ചില്ലറ പൈസ പോയ പോലെ ഇരുന്നു. കാരണം അറിയോ, ഇങ്ങോട്ട് തിരിഞ്ഞാൽ അവിടെ ഒരു ഗെയിം കിട്ടും, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇവിടെ ഒരു ഗെയിം കിട്ടും. എനിക്ക് ഇവര് ഒരു ദിവസം ഇവരെന്നെ വിളിച്ചു വരുത്തിയിട്ട് രേഷിട്ടാ ഇരിക്കുന്നു പറഞ്ഞു. എന്നിട്ട് ഇവര് തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ റൊമാൻസ് കാണാനാണ് എന്നെ വിളിച്ചിട്ട് ഇവിടെ നിൽക്കുന്നത്, ഒന്ന് പോടാപ്പാ എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് പോയിട്ട് എൻ്റെ ഗെയിമുകൾക്ക് ആരെങ്കിലും ഒരാളെങ്ങനെ എനിക്കെന്താ പറയുക എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് പണിയെടുക്കാതിരിക്കാൻ പറ്റില്ല, എനിക്ക് പണിയെടുത്തോണ്ടിരിക്കണം. അവിടെ നമുക്ക് എന്താ സുഖമല്ലേ, വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ട, കറണ്ട് ബില്ല് അടയ്ക്കണ്ട, ഒരു ടെൻഷനും ഇല്ല, വേറെ ഒരു വക. രാവിലെ എണീറ്റ് കുട്ടപ്പനാവുക, നല്ല മേക്കപ്പ് ഇട്ട് കുട്ടപ്പനായിട്ട് തല്ലുവിടുക, കണ്ടന്റ് തല്ലുവിടുക, നല്ല സുഖ. വേറെ ഒന്നും വേണ്ട, ജോലിക്ക് പോകണ്ട, അതന്നെ ഒരു ജോലി. അപ്പോ ഞാനത് എൻജോയ് ചെയ്യും. ആ സുഖം കൂടെ പോയോണ്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കറക്റ്റാണ്. 6-ാം നമ്പുരാൻ ഇപ്പൊ 1-ാം നമ്പുരാനായി. കറക്റ്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഞാനിപ്പോൾ ഔട്ടായി. ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു തന്നെ, അമ്മു ഞാൻ ഔട്ടായിട്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല. കാരണം ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞേനേം, അയ്യോ ഇങ്ങനെ ചെയ്താൽ ഞാൻ നിൽക്കുമായിരുന്നു ഡി, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഞാൻ നിന്നേനേം, ഞാൻ അങ്ങനെ കളിക്കാമായിരുന്നു, ഇങ്ങനെ കളിക്കാമായിരുന്നു എന്നൊക്കെ ഞാൻ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. കാരണം ഞാൻ അങ്ങനത്തെ സ്വഭാവക്കാരനാണ്. ഞാൻ ചിന്തിക്കുന്ന കഴിഞ്ഞതിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ എപ്പോഴും അവരെന്നെ ചീത്ത പറഞ്ഞത്, നീ കഴിഞ്ഞത് കഴിഞ്ഞു, നീ അത് വിട്, ഇനി അല്ലടാ ഞാൻ അങ്ങനെ ചെയ്ത് എങ്ങനെ ഇരിക്കും. എനിക്ക് ഈ ബിഗ് ബോസിനെ എവിക്റ്റ് ആയി പിന്നെ എനിക്ക് അങ്ങനത്തെ ചിന്തയില്ല. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനല്ല, ഞാൻ ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട്. എനിക്ക് അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്യാമായിരുന്നു, അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ റിഗ്രറ്റ് എനിക്കില്ല. കാരണം എന്നെക്കൊണ്ടാവുന്ന വിധം ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നു അത് മുഴുവൻ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അമ്മൂൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മു എനിക്ക് അങ്ങനെ ഒരു റിഗ്രറ്റ് ഇല്ല കേട്ടോ. കാരണം അയ്യോ അത് ചെയ്യാൻ പറ്റി, കാരണം എന്താ അറിയോ, നിങ്ങൾക്ക് അറിയില്ലേ അത് ഒരു മനുഷ്യനെ എത്രത്തോളം കണ്ടുണ്ടാക്കാൻ പറ്റും, അതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് റിഗ്രറ്റ് ഇല്ല. ഇപ്പൊ ലാസ്റ്റ് വീക്ക് എവിക്റ്റ് ആയത് സുരേഷ് ഏട്ടൻ, നിഷാന. അപ്പം ആ ഒരു സമയത്ത് സുരേഷ് ഏട്ടൻ എവിക്റ്റ് ആയപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കാരണം സ്വന്തം ജ്യേഷ്ഠനെ പോലെയാണ് കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ ചില വിഷയങ്ങൾ നടന്നില്ല. അതൊക്കെ നമ്മുടെ ഗെയിമല്ല, അതൊക്കെ അവിടെ വിട്ടുപോകുന്നു. സുരേഷ് ഏട്ടൻ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ അവിടെ ഏഷ്യാനെറ്റ് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, രതീഷ് ഒരു നല്ല ഒരു ഗെയിമറാണ്, രതീഷ് നല്ലൊരു ആക്ടറാണ്. ഞാൻ രതീഷിൻ്റെ അടുത്ത് പോലീസ് ഓഫീസറുടെ വേഷമൊക്കെ കിട്ടും, രതീഷിന് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയും. രതീഷ് വൈൽഡ് കാർഡായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഓളുണ്ടാക്കും, രതീഷിനെ പോലുള്ള ആൾക്കാരെ അവിടെ വേണം, അവിടെ ഉച്ചയും ബഹളമൊക്കെ വേണം എന്ന് പറഞ്ഞ ഒരാളാണ് സുരേഷ് ഏട്ടൻ. ഞാൻ പോരുമ്പോൾ സുരേഷ് ഏട്ടൻ കൈ കൊടുത്ത് പോകുന്ന ആളാണ്. ഞങ്ങളൊക്കെ ഗെയിമേഴ്സാണ്. ആള് ഗെയിം കളിച്ചു, ഞാനും ഗെയിം കളിച്ചു, അതൊക്കെ അവിടെ ഇട്ടിട്ട് പോകുന്നു. ഇനിയിപ്പോ വേറെ ആരെങ്കിലും എവിക്റ്റ് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഇവർ കുറച്ചും കൂടി നിന്നിരിക്കാമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? ബിഗ് ബോസ് എടുക്കുന്ന തീരുമാനം കറക്റ്റ് ആയിരിക്കും. ബിഗ് ബോസ് എടുക്കുന്ന ഇപ്പൊ എന്റെ കാര്യത്തിലായാലും, ഇപ്പൊ ഞാൻ നല്ല ഗെയിമറാണ്, അൺഫെയർ എവിക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഓരോന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ബിഗ് ബോസ് ചെയ്തത് അത് കറക്റ്റാണ്. ബിഗ് ബോസ് നല്ലതിന് വേണ്ടിയിട്ടാണ് കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ടാണ് നീങ്ങുള്ളൂ. ബിഗ് ബോസ് എനിക്ക് വോട്ട് കുറവായിരുന്നു, അത് ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അത് ബിഗ് ബോസ് എനിക്ക് വോട്ടുണ്ടെങ്കിൽ വിടും തോന്നുന്നുണ്ട്. ഇത്രയും കുറേ നിങ്ങൾ പറയുന്നു നല്ല കണ്ടന്റ് മേക്കർ ആയിരുന്നു, ഒരാഴ്ച കൊണ്ട് ഭയങ്കര, നിങ്ങൾ തന്നെയാണ് പറയുന്നത് അതെ ഭയങ്കര, ഇത്രയും ഒരു കണ്ടന്റ് മേക്കറെ വിടണമെങ്കിൽ അതിപ്പോൾ വോട്ടിന്റെ ബേസിസിലല്ലേ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന അതാണ്, ബിഗ് ബോസ് എടുത്ത തീരുമാനം സത്യസന്ധമാണ്. എനിക്ക് വോട്ടില്ല, ഞാൻ എവിക്റ്റായി. ഇന്ന് ഐശ്വര്യയുടെ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. ഒരുപക്ഷെ ഇതായിരിക്കും ഐശ്വര്യൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് തോന്നണം എനിക്ക്. ഉണ്ട് മോളെ, ഇപ്പൊ ഐശ്വര്യയുടെ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഇന്റർവ്യൂവിന് ഇരിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. ഇനി ഒന്ന് പ്രാർത്ഥിച്ചോളൂ തിരിച്ചു കേട്ടോ. പിന്നെ തീർച്ചയായും അങ്ങനെ വയൽക്കാട് എൻട്രി വഴി അകത്തേക്ക് കയറാൻ പറ്റി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചിറങ്ങി ഞങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യാലോ. പിന്നെന്താ, പിന്നെ എന്തായാലും പ്രാർത്ഥിക്കാം, എന്തായാലും പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യാം, പക്ഷെ ആ ഇന്റർവ്യൂ കുറച്ചും കൂടി സൂപ്പർ ആയിരിക്കും. അതന്നെ ഒരു സന്തോഷം നിറഞ്ഞ ഇന്റർവ്യൂ ആയിരിക്കും. അതെ അതെ. ഓക്കെ ഏട്ടാ, അപ്പം ഇനി നമുക്ക് ഈ ഒരു സിജോ അവരുടെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ ചേട്ടന് ഏറ്റവും കൂടുതൽ പറയാനുണ്ടായിരിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തി കൂടിയാണ് ജാൻമണി. എന്താണ് പറയാനുള്ളത്? ജാൻമണി എൻ്റെ സഹോദരിയാണ്. ജാൻമണിനെ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞത്, ബിഗ് ബോസ് ഈ 100 ദിവസം കഴിഞ്ഞാൽ എനിക്ക് ജാൻമണിനെ കാണണം, അവൾക്ക് ജാൻമണിനെ കാണണം, കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എൻ്റെ ഭാര്യ ഭയങ്കര ഫാനാണ് ജാൻമണിയുടെ. അതെന്താ ഫാനായി എന്നറിയും, ജാൻമണിയുടെ സംസാരം, റത്തീഷേട്ടാ എന്താ റത്തീഷേട്ടാ അങ്ങ് ഡോ. ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ 2 വ്യക്തികളാണ് എന്നെ വന്നിട്ട്, ജിൻഡപ്പനും ഈ ജാൻമണിയാണ്
ജാൻമണി വന്നിട്ട് റതീഷേട്ടാ ഭക്ഷണം കഴിക്കാതെ ഇരിക്കാതെ റതീഷേട്ടാ ആരോഗ്യം പൂർ റതീഷേട്ടാ എന്നിട്ട് അത്രയും പാവാണ്. അതുപോലെ തന്നെ ജിൻഡോനെ പറ്റി. ജിൻഡപ്പൻ എൻ്റെ ചങ്കല്ലേ, ഞാൻ കണ്ടെത്തി എനിക്ക് തോന്നുന്നു ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട് കരഞ്ഞല്ലേ. ഞാൻ എനിക്ക് ജിൻഡപ്പനെ മുമ്പ് പരിചയമില്ല. എനിക്ക് ജിൻഡോനെ ഈ ബിഗ് ബോസിൽ കയറിയിട്ടാണ് എനിക്ക് പരിചയമുള്ളൂ. അപ്പോൾ ഈ 7 ദിവസം കൊണ്ട് പരിചയപ്പെട്ട എൻ്റെ ജിൻഡപ്പൻ എൻ്റെ കണ്ടെത്തൽ ശരിയായിരുന്നു. അത് ഏഷ്യാനെറ്റ് വരെ അംഗീകരിച്ചിട്ടുണ്ട്. കാരണം അവനൊരു നിഷ്കളങ്കനാണ്. അപ്പോൾ ഞാൻ പോന്നപ്പോൾ ബിഗ് ബോസ് ഒരു ചാൻസും കൂടി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത് ഏത് മത്സരാർത്ഥിയാണ് അങ്ങനെ ചോദിക്കുക. ഇപ്പോൾ ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടാവില്ല 7 ദിവസം കൊണ്ട് ഇത്രയും കണ്ടന്റ് ഉണ്ടാക്കിയ ഒരാൾ. അതേപോലെ തന്നെ ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടാവില്ല ഒരു മത്സരാർത്ഥി പോകുമ്പോൾ മുട്ടും കുത്തിയിട്ട് കരഞ്ഞിട്ട് ഒരു അവസരം കൂടി കൊടുത്തോടെ എന്ന് പറയുന്ന മത്സരാർത്ഥി എനിക്ക് തോന്നുന്നില്ല ഉണ്ടായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 5 സീസൺ കണ്ടിട്ടുള്ള. അപ്പോൾ അവനൊരു നിഷ്കളങ്കനാണ്, എന്നെ ഭയങ്കര സ്നേഹമാണ്. ഞങ്ങൾ തമ്മിൽ ഒരു ഈ പറഞ്ഞ പോലെ 90 ദിവസം തികച്ച് വിന്നർ ആകുന്ന അവൻ ഭയങ്കര ഗെയിമറാണ്. അവൻ 100 ദിവസം നിൽക്കും. അവൻ ഭയങ്കര ഗെയിമറാണ്. വിന്നർ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എൻ്റെ കൂട്ടുകാരനല്ലേ. അപ്പോൾ ആയി കഴിഞ്ഞാൽ ഞാനായ പോലെയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചിട്ട് അല്ല ഞാൻ പറയട്ടെ, എന്ന് വെച്ചിട്ട് മറ്റുള്ള ഗെയിമേഴ്സ് മോശമാണെന്നല്ല, എല്ലാവരും വിന്നർ ആവണം. ഒരു ജിൻഡോ മാത്രമല്ല, എല്ലാവരും വിന്നറാവണം. പിന്നെ ഞാൻ പറയട്ടെ എൻ്റെ ഒരു ചങ്ക്, അപ്പൊ അവന് വിജയിച്ചു കഴിഞ്ഞാൽ സന്തോഷം കൂടുതലായിരിക്കും. ഇപ്പം ജിൻഡപ്പന്റെ കളി ഇപ്പോൾ നല്ല രീതിയിൽ പോണു, നാളെ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കളി ഇപ്പോൾ നല്ല രീതിയിൽ പോണു. ഞാൻ അവിടെ ഒരാഴ്ച നിന്ന കാരണം നല്ല പേരിൽ പോകുന്നു. അടുത്ത ആഴ്ച ഞാൻ നിന്നിരുന്നെങ്കിൽ എൻ്റെ കളി എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഈ പറഞ്ഞ പ്രേക്ഷകർ ചിലപ്പോൾ ഇതെന്താ ഇങ്ങനെ കളിക്കുന്നത്, പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ പ്രേക്ഷകർ പറയില്ല. കാരണം ഞാൻ ഹ്യൂമർ പിടിക്കാനുള്ള പരിപാടിയാണ്, പക്ക ഹ്യൂമർ. എന്നെ ആരെങ്കിലും ഉറപ്പ് ഇതൊക്കെ ബുദ്ധിപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഇതും ചെയ്യാൻ പറ്റൂലോ അല്ലേ. അപ്പോൾ ഞാൻ പ്രേക്ഷകരെ ഇതിനോടകം തന്നെ സമ്പാദിച്ചെങ്കിൽ പിന്നെ അല്ലേ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ രസം എന്താ വെച്ചാൽ ഞാൻ പിന്നത്തെ ആഴ്ച വയലൻസ് ഒന്നും സാധനം എടുക്കില്ല എന്ന് ഞാൻ മനസ്സോട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും എന്നെ വലിയ തെറി വിളിച്ചാലും എന്തോ വിളിച്ചോ എന്ത് വേണമെങ്കിലും. അതല്ലേ ആദ്യത്തെ ഒരാഴ്ച ഭയങ്കരമായിട്ട് സംസാരിക്കേണ്ട കാര്യം പോലും അല്ലേ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് ഞാൻ കാട്ടി അല്ലേ. എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയുന്നു കാട്ടി, എനിക്ക് പാട്ട് പാടാൻ അറിയുന്നു കാട്ടി, എനിക്ക് അന്തസ്സായിട്ട് നല്ല രീതിയിൽ കരയാന്ന് അറിയാമെന്ന് കാട്ടി. എനിക്ക് എൻ്റെ കഴിവുകൾ മുഴുവൻ ഞാൻ അവിടെ വേണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു കാര്യം ഒന്നുമില്ല, ഒരു കാര്യം പോലും ഇല്ല. ഒന്നെങ്കിൽ സംസാരിച്ചതാകട്ടെ ഒന്നുമില്ല. ഞാൻ എവിക്റ്റ് ആയപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു കാര്യമില്ല. അതായത് ഞാൻ എവിക്റ്റ് ആയിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ എനിക്ക് വേണ്ടായിരുന്നു അല്ലെങ്കിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ അവിടെ ചെയ്യില്ല. എനിക്കതൊന്നും തോന്നിയില്ല. കാരണം എൻ്റെ മനസ്സിൽ ആദ്യത്തെ ആഴ്ച എവിക്ഷൻ ഇല്ലാന്ന്. അതാണ് ആദ്യത്തെ ആഴ്ച എവിക്ഷൻ ഇല്ല. കഴിഞ്ഞ 5 സീസൺ കണ്ട ഞാൻ അപ്പൊ ഞാൻ 2 ആഴ്ചത്തെ അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞു എന്റെ ഗെയിം എങ്ങനെയാണ് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യിപ്പിക്കും ഞാൻ. എന്റെ വീട്ടുകാരൊക്കെ ഹെവി ടെൻഷനിലാവുന്ന എനിക്കറിയാം. ഞാനൊന്ന് തുമ്മിയ വരെ എന്താ ഫാമിലി ഞാൻ അവിടെ പറഞ്ഞു കളിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ അവരോട് പറഞ്ഞെന്താ വെച്ചാൽ നിങ്ങൾ ഏത് രീതിയിൽ എന്നെ ട്രിഗർ ചെയ്യാൻ നോക്കിയാലും എന്നെ ട്രിഗർ ചെയ്യാൻ പറ്റില്ല. എന്റെ ഫാമിലിനെ എടുത്തിട്ടോ ഞാൻ ട്രിഗർ ആവും, ഞാൻ മുക്കിൽ നിന്ന് കരഞ്ഞോളാം. അതിപ്പോ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി കാണും. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ? അതെ, ഫാമിലിയിൽ അത് പെട്ടെന്ന് ഞാൻ ഫാമിലിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ അപ്പോൾ എൻ്റെ വൈഫ്, എൻ്റെ അമ്മ, എൻ്റെ ചേട്ടന്മാർ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ, അച്ഛൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാമിലിനെ കുറിച്ച് ചിന്തിക്കണ്ട. 3 മാസം നീ ഫാമിലിനെ കുറിച്ച് ചിന്തിക്കണ്ട. ഫാമിലി ഇവിടെ ഇരിക്കും. എന്ത് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഞങ്ങൾക്ക് കുഴപ്പമില്ലടാ എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഇപ്പോൾ ആരായാലും അതെ, ഐശ്വര്യ ആയാലും ഐശ്വര്യം എന്ന് ചിന്തിച്ചു നോക്കിയേ, ഫാമിലിയാണ് നമുക്കെല്ലാം. ഞാൻ ഭയങ്കര ഫാമിലി മാനാണ്. എനിക്ക് ഭയങ്കര ഹോം സിക്നെസ് ഉള്ള ആളാണ്. എൻ്റെ ചേട്ടന്മാർ എത്ര തവണ, ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ ചേട്ടൻ എത്ര തവണ എനിക്ക് വിസ അയച്ചു തരാമെന്ന് പറഞ്ഞാൽ അറിയും. സൗത്ത് ആഫ്രിക്കയിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല. എനിക്ക് നാട്, അമ്പലം, ഇതൊക്കെ എൻ്റെ കൂട്ടുകാർ, വീട്ടുകാർ, ഇവരൊന്നും വിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. 2ാമത്തെ ഏട്ടൻ ബാംഗ്ലൂർ കുറേ തവണ വിളിച്ചതാണ്, അപ്പുട്ടേട്ടൻ കുറേ തവണ വിളിച്ചതാണ്, ഗിരിയേട്ടൻ കുറേ തവണ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. എനിക്കിപ്പോൾ അച്ഛനെയും അമ്മേനെയും വിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഞാൻ ഇത്രയും ഇപ്പോൾ ഞാൻ ഈ ഒരാഴ്ച മദ്രാസ് ചെന്നൈയിൽ പോയി നിന്നല്ലോ. ഈ ഒരാഴ്ച ഒന്നും ഞാൻ എൻ്റെ വീട്ടുകാരെ വിട്ടിട്ട് നിന്നിട്ടില്ല. അപ്പോൾ ഞാൻ 2 കൽപ്പിച്ചിട്ടാണ് പോയത്. കാരണം ഞാൻ കളിക്കാൻ പോയതാ. എനിക്കിപ്പോൾ അവിടെ 100 ദിവസം നിൽക്കണ, 1 കൊല്ലം നിൽക്കണ്ട വന്നാലും എനിക്ക് കുഴപ്പമില്ല. കളിക്കാൻ പോയാണ് ഞാൻ. അങ്ങനെ മാനസികമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കളിക്കാൻ പോകരുത്. ഞാൻ ബിഗ് ബോസിലേക്കാണ് പോകുന്നത്. എനിക്ക് അവിടെ 100 ദിവസം നിൽക്കണം. 100 ദിവസം ഷർട്ട് ഡ്രസ്സ് എടുത്ത ഒരാളാണ് ഞാൻ. അതെ, ഇനിയിപ്പോൾ ജീവിതകാലം മുഴുവൻ ഷർട്ട് എടുക്കണ്ട.
പിന്നെ ഇങ്ങനെയൊക്കെ ഇന്റർവ്യൂ കാരണം ഒരു ഷർട്ട് മാറി മാറി ചേട്ടാ വയൽക്കാട് എൻട്രി വരികയാണെങ്കിൽ പിന്നെ അവിടെ വീണ്ടും വേണ്ട ഡ്രസ്സൊക്കെ. അമ്മേ നാക്ക് പൊന്നാണോ? പൊന്നാവട്ടെ. അങ്ങനെ തീർച്ചയായിട്ടും ഷർട്ട് വേസ്റ്റ് ആവൂല. വരൂ. ഞങ്ങളങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ബാക്കിയല്ല ദൈവത്തിന്റെ കയ്യിൽ. അതാണ് ദൈവത്തിന്റെ കയ്യിൽ. പ്രതീക്ഷിക്കുന്നുണ്ട്, എല്ലാരും പ്രതീക്ഷിക്കുന്നുണ്ട്, ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. രാ എന്ന് പറഞ്ഞാൽ ടീഷ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കും. പിന്നെന്താ ബിഗ് ബോസ് വാതിലിന്റെ മുമ്പിൽ ഞാൻ നിൽക്കും. ഹാജർ എന്ന് പറഞ്ഞിട്ട്. ലാലേട്ടൻ പറയണേ എല്ലാം പുതിയ കളികളായിരിക്കും അല്ലേ? ലാലേട്ടൻ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, കേട്ടില്ലേ അത്? തിരിച്ച് അല്ല, അതായത് ഞങ്ങൾ വിളിച്ചാൽ തിരിച്ചു വരുമെന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ വരും എന്ന് പറഞ്ഞു. പൊളിക്കും എന്ന് പറഞ്ഞു. പൊളിക്കാന്ന് പറഞ്ഞാൽ ഈ രീതിയിലല്ല, ഈ രീതിയിൽ പൊളിക്കണ പരിപാടി വേറെ രീതിയിൽ മാറ്റി പിടിക്കാൻ പോവാ. ആ ഒരു ഗെയിം പ്ലാൻ ഒക്കെ എന്റെ കയ്യിലുണ്ട്. ഒരുപാട് 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 100 ദിവസം നിൽക്കാനുള്ള ഗെയിം പ്ലാൻ ഒക്കെ എന്റെ കയ്യിലുണ്ട്. അങ്ങനെ തന്നെ നടക്കട്ടെ. ഒരുപാട് ഒരുപാട് സന്തോഷം രതീഷ് ചേട്ടാ. ഇത്രയും, അതായത് ഞങ്ങൾക്കറിയാം വിറ്റായി വീട്ടിലേക്ക് വന്നതിന് ശേഷം അത്യാവശ്യം നല്ല തിരക്കിലാണെന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് സമയം കണ്ടെത്തി തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി. തിരക്ക് എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂസിന് തിരക്ക്, പിന്നെ ബിസിനസ്, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. അല്ലാതെ എന്ത് എവിക്റ്റ് ആയിട്ട് അട്ടപ്പുറത്ത് കയറിയിരിക്കുന്ന ആൾക്ക് എന്ത് തിരക്ക്. എന്നാലും അതിന്റെ ഇടയ്ക്ക് സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇന്റർവ്യൂസ് ഉണ്ട്, പിന്നെ ബിസിനസിന്റെ കാര്യങ്ങൾ. ഞാൻ ബിസിയാണ്, ഞാൻ എൻ്റെ കാര്യത്തിൽ ഭയങ്കര ബിസിയായി. അപ്പോൾ ഇപ്പോൾ ആദ്യം ബിസിനസ്സിൻ്റെയും വീട്ടുകാരും കാര്യങ്ങളും, ഇപ്പോൾ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ അത് രസമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐശ്വര്യ ഇപ്പോൾ 2 മണിക്കൂർ സംസാരിക്കാൻ ഞാൻ സംസാരിക്കും. അതെ, അപ്പോൾ അതാണ്, നമുക്ക് സംസാരിക്കുക, നല്ല കാര്യങ്ങൾ സംസാരിക്കുക, ചിരിക്കുക, ഇതൊക്കെയാണ് ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ കുറെ കാശ് സമ്പാദിച്ചിരുന്ന എന്താ കാര്യം? ഇനിയും അതുപോലെ തന്നെ ഒരുപാട് 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 സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നന്ദി കേട്ടോ. താങ്ക് യു. നല്ല ആങ്കറിംഗ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. വീണ്ടും കാണാം.